ഗുഡ് ഈവനിങ് ഓൾ. സംഗീത, അങ്കിലിൻ, ആര്യ, ക്രിസ്റ്റീന, ഫെബിൻ എല്ലാവർക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ബേസിക് ഒരു സർക്യൂട്ട് തുടങ്ങല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത് എന്തായിട്ട് വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റിലെ വോൾട്ടേജ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോസിറ്റീവ് സൈഡിൽ നിന്നാണ്, ശരിയല്ലേ? അപ്പോൾ 0 വോൾട്ട് ഇവിടെ കൊടുത്തു. അങ്ങനെയാണ് വിർച്വൽ വോൾട്ടേജ് അവിടെ 0 ആയി. 0 മൈനസ് ഐ വി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി. കാരണം ഈ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് നോഡിൽ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തത്. ഇവിടുത്തെ വോൾട്ടേജ് 0, ഇവിടുത്തെ വോൾട്ടേജ് വി ഐ. അങ്ങനെയാണെങ്കിൽ 0 മൈനസ് വി ഐ ഡിവൈഡർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള കറണ്ടാണ്, കപ്പാസിറ്ററിലേക്കുള്ള കറണ്ടാണ്, പ്ലസ് 0 മൈനസ് വി 0 ഡിവൈഡർ ബൈ ആർ. എല്ലാവർക്കും ക്ലിയർ അല്ലേ പറഞ്ഞത്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്തത്. അവിടെ നമ്മൾ എന്ത് പറയുന്നു? വി 0 ബൈ വി ഐ കണ്ടുപിടിക്കും. ഏതുവാ വി 0? നമുക്ക് എന്ത് കിട്ടി? വി 0 നമുക്ക് ആൻസർ എന്ത് കിട്ടി? നയന, ബസിത, നിരുപമ, കണ്ണൻ പറഞ്ഞേ. എൽദോസ് കേൾക്കുന്നില്ലേ? ഔട്ട്പുട്ട് വി 0 എന്ന് പറഞ്ഞാൽ വലിയ കിട്ടും. ആര്യ, ക്രിസ്റ്റീന, ഫെബിനെ പറഞ്ഞ് ആൻസർ പറഞ്ഞ്. സംഗീത, ആംഗ്രീൻ പറഞ്ഞേ. വി 0 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് കിട്ടും? മൈനസ് ആർ സി ഇൻറ്റു, എല്ലാവരും കിട്ടുന്നുണ്ടോ ഇത്? മൈനസ് ആർ സി ഇൻറ്റു യെസ് മൈനസ് ആർ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. പിന്നെ ഡി വി ബൈ ഡി ടി അല്ലേ കിട്ടുന്നത്? ഡി ഉണ്ട് കേട്ടോ. ഡി എ ബൈ വി ഐ ബൈ ഡി ടി അല്ലേ വരുന്നത്? അപ്പം മൈനസ് ആർ സി ഇൻറ്റു എ ബൈ. എല്ലാവർക്കും ഓക്കെ അല്ലേ പറഞ്ഞു വരുന്നത്? നയന, ബസിത ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ പറഞ്ഞ കാൽക്കുലേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വി 0 അപ്പുറത്തേക്ക് പോയി, ആർ ഇപ്പുറത്തേക്കും പോകുന്നു, ആറ് മുകളിലേക്കും പോകുന്നു, ശരിയല്ലേ? അപ്പം മൈനസ് ആർ സി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി. എല്ലാവരും കിട്ടിയില്ലേ? എൽദോസ് ക്ലിയർ അല്ലേ പറഞ്ഞോനെ? അപ്പം നമ്മൾ ഈ പറയുന്ന ആർ സി വണ്ണാക്കി എടുത്താൽ എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റന്റ് ആണ്. ആർ സി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു വണ്ണാക്കി അസ്യൂം ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഇതെന്താ ടാക്ക് ചെയ്യും? ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് ഡി വൈ ബൈ ഡി ടി എന്ന് കിട്ടും. യെസ് ക്ലിയർ ആണ് എല്ലാവർക്കും? എല്ലാവർക്കും ഓക്കെ അല്ലേ? വസുധ ക്ലിയർ അല്ലേ? ഖദീജ ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? നമ്മൾ നോഡൽ അപ്ലൈ ചെയ്തു, അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? കപ്പാസിറ്റർ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, റെസിസ്റ്റൻസ് നമ്മൾ എവിടെ കൊടുത്തു? ഈ പറഞ്ഞ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് കിട്ടി. അതേപോലെ തന്നെ അടുത്ത നമ്മൾ പറയുന്നത് ഏതാണ്? നെഗറ്റീവ് പോസിറ്റീവ്. ഇവിടെ നമ്മൾ ആരെ കൊടുത്തു? നമ്മൾ ആരെ കൊടുത്തു? വി ഐ കൊടുത്തു. ഓക്കെ അല്ലേ? ചെയ്തു വാ. യെസ്
-1/RC ഇന്റഗ്രൽ dI/dt. ഡി ഉണ്ടല്ലോ, ഡി ഇല്ലല്ലോ അവിടെ. ഡി ഉണ്ടല്ലോ. ഇന്റഗ്രൽ ഡി ഇല്ല. അപ്പൊ ഇതെന്ത് സർക്യൂട്ടാണ്? ഇന്റഗ്രേറ്റർ സർക്യൂട്ട് അല്ലേ? യെസ്, നോ പ്രോബ്ലം. യെസ്, -1/RC. നമ്മൾ വീണ്ടും പറയുന്നത് ഇവിടെ 0 വോൾട്ട്. അപ്പൊ ഈ പോയിന്റിൽ 0 വോൾട്ട്. 0 - VA/R പ്ലസ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? C × 0 - അവിടെ നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റി എഴുതിയാൽ C × dV0/dt നമുക്ക് എന്ത് എഴുതാം? A/R എന്ന് എഴുതാം. കപ്പാസിറ്ററിന്റെ വാല്യൂ ഇപ്പുറത്തോട്ട് പോകുന്നു. ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഈ അപ്പുറത്തേക്ക് പോയി 1/RC ഇന്റഗ്രൽ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായി? V0 എന്ന് പറഞ്ഞാൽ 1/RC -1/RC ഇന്റഗ്രൽ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ ഇത്? അപ്പം നമ്മൾ പറഞ്ഞു വന്ന കപ്പാസിറ്ററും റെസിസ്റ്റൻസും പറഞ്ഞു. എങ്ങനെയാണ് നമുക്കിത് ഇപ്പം ഇനി ആരോടെ പറയാം? നമുക്ക് നമ്മുടെ ഇൻഡക്ടറോട്. ഓക്കെ അല്ലേ പറഞ്ഞു വരുന്നത്? നമ്മൾ കപ്പാസിറ്ററും റെസിസ്റ്റൻസും വെച്ച് ഇൻറ്റഗ്രേറ്ററും പറഞ്ഞു, ഡിഫറൻഷിയേറ്ററും പറഞ്ഞു. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്? റെസിസ്റ്റൻസും ഇൻഡക്ടറും വെച്ച് എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുത്തു? ഇൻഡക്ടർ L കൊടുത്തു, ഫീഡ്ബാക്കിൽ R കൊടുത്തു. ഹാൻഡ് റൈസ് ചെയ്തായിരുന്നോ റഹ്മ? ഹാൻഡ് റൈസ് ചെയ്തായിരുന്നോ? യെസ്. എൽദോസിനും കിട്ടിയല്ലേ? ഓക്കെ. എല്ലാവരും കിട്ടുന്നുണ്ടല്ലോ? പറഞ്ഞേ, മക്കളവരുടെ പറഞ്ഞേ. ഏഞ്ചലിൻ, ആര്യ, ക്രിസ്റ്റീന, ഫെബിന, നയന, ഖദീജ, റഹിമ, എല്ലാവരും കിട്ടുന്നുണ്ടോ? വളരെ സിമ്പിൾ അല്ലേ ഇക്വേഷൻ? നമ്മൾ നോഡിൽ അപ്ലൈ ചെയ്യുന്നു വീണ്ടും. എവിടെ പറയുന്നു? ഇവിടെ 0 വോൾട്ടാണ്. അതുകൊണ്ട് വിർച്വൽ വോൾട്ടേജ് ഇവിടെ 0 ആണ്. 0 - VI. അവിടെ നമുക്ക് ഇക്വേഷൻ എന്താണ്? നോഡിലാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. കറണ്ടിൻ്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം 1/L ഇന്റഗ്രൽ VDT ആണ് നമുക്ക്. പ്ലസ് 0 - എല്ലാവർക്കും ഓക്കെ അല്ലേ ഇത്? പറയൂ. നമ്മൾ ഒരു സ്ഥലത്തും വ്യത്യാസമൊന്നും എടുത്തിട്ടില്ല. നോഡൽ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ബേസിക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത് മാത്രം. ഓക്കെ അല്ലേ? പറയൂ. അപ്പം V0 അപ്പുറത്തേക്ക് പോയി. നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? V0/R = 1/L ചേർത്ത് 1/L ഇന്റഗ്രൽ. ആറോട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി മാറി സർക്യൂട്ട്? ഇന്റഗ്രേറ്റർ സർക്യൂട്ട്. ഓക്കെ അല്ലേ എല്ലാവർക്കും? അതേപോലെ തന്നെ നമുക്ക് ആ തിരിച്ചുകൊണ്ടുള്ള കേസ് എന്ന് പറഞ്ഞ് നമ്മൾ ഓപ്പാമ്പ് വെച്ചു. ഇൻപുട്ട് നമ്മൾ ആരെ കൊടുത്തു? റെസിസ്റ്റർ. ബാക്കി നമ്മൾ
where VI by dt നമ്മളിവിടെ 0 വോൾട്ട് കൊടുത്തു. അപ്പോൾ ഈ 0 വോൾട്ട് വന്നു. 0 മൈനസ് 0 മൈനസ് എഴുതാം. 0 ഇൻ അപ്പോൾ ഈ എല്ലാം അപ്പുറത്ത് വന്നപ്പോൾ ബൈ ആർ ആയി. ഇൻ്റഗ്രേഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? 0 ഈസ് ഈക്വൽ ബൈ ആർ എന്ന് പറഞ്ഞ ടൈം കോൺസ്റ്റൻ്റ് ആണ്. അത് ഈക്വൽ ടു 0 ആയാൽ നമുക്ക് കിട്ടി ഡിഫറൻസ് നമ്പർ എല്ലാവർക്കും ഓക്കെയാണ്. അപ്പം നമ്മൾ ഇനി ചോദിക്കുന്ന ചോദ്യം എന്താണ്? നമ്മൾ ശരിക്കും പറയുന്നത് നമ്മുടെ സർക്യൂട്ടിൽ ഒന്നും തന്നെ ഇപ്പോൾ ഇൻ്റഗ്രേറ്ററും കപ്പാസിറ്ററും യൂസ് ചെയ്യാറുണ്ട്. സോറി, ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പാസിറ്ററും, പക്ഷെ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാറില്ല, ഇൻഡക്ടർ യൂസ് ചെയ്യും. എന്താ കാരണം? മനസ്സിലായോ? ഇപ്പം നമ്മൾ ചെയ്തപ്പം നമുക്ക് മാത്തമാറ്റിക്കലി ശരിക്കും പറഞ്ഞാൽ ആർ സിയും ഈ പറഞ്ഞ അല്ലെങ്കിൽ ആറും സിയും വെച്ചും ഉണ്ടാക്കാം, ആറും എല്ലും വെച്ചും ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഒരു സർക്യൂട്ടിൽ പോലും ഈ പറഞ്ഞ ഇൻഡക്ടർ യൂസ് ചെയ്യാറില്ല. എന്താ കാരണം? അതൊരു ചെറിയ കാരണമാണ്. ബൾക്കി സൈസാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. സത്യം തന്നെയാണ്, ബൾക്കി സൈസാണ്. പക്ഷെ വേറെ വലിയൊരു കാരണമുണ്ട്. കപ്പാസിറ്റർ ബൾക്കി സൈസ് അല്ല, ഇതൊരു കാരണം തന്നെയാണ്. പക്ഷെ അതിലും വലിയൊരു കാരണമുണ്ട്. ഒപ്പോസ് ചേഞ്ച് ഇൻ കറണ്ട്. അത് നമ്മൾ നമ്മുടെ പവർ ഇലക്ട്രോണിക്സിൽ പഠിച്ചായിരുന്നല്ലോ. നമ്മുടെ ഇലക്ട്രിക്കലുമായിട്ട് ബേസ് ചെയ്ത് പറയുന്നതാണ് ഒപ്പോസ് ദി ഇലക്ട്രിക്കൽ കറണ്ട് ചേഞ്ച് ഇൻ കറണ്ട് ഒപ്പോസ് ചെയ്യും. സത്യമാണ്. വേറെ പറയാനാണെങ്കിൽ ലീക്കേജ് ഫ്ലക്സ് ആണെങ്കിൽ അതിലുണ്ടാകുന്നുണ്ട്. പക്ഷേ ദാറ്റ് വിൽ നോട്ട് ബി എ ബിഗ് ഡിഫറൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് മറ്റേ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും വിഷയമൊന്നുമല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന പോലെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ മറ്റ് മാഗ്നറ്റിക് ഫീൽഡുകൾ അഫക്റ്റ് ചെയ്യുമെന്ന് വേണം പറയാം. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും അതിലും വലിയ കാരണമുണ്ട്. നമ്മൾ എവിടെ ബൾക്കി സൈസാണ്, ഇറ്റ്സ് ഓൾസോ വൺ റീസൺ ആണ്. ഇതേപോലെ തന്നെ മാഗ്നറ്റിക് ലീക്കേജും ഒരു ചെറിയ റീസണാണ്. ഇതിലും എല്ലാം മെയിനായിട്ട് ഒരു നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോമായിട്ട് വെച്ചു. എങ്ങും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഇൻഡക്ടർ. പിന്നെ ഇതിന് വേറെ ബൾക്കി സൈസിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാം. ഒരു മൂളിച്ചുണ്ട് എന്ന് പറഞ്ഞൊരു മൂളിച്ചുണ്ട്. മൂളിച്ച വരാനുള്ള കാരണം വേറെയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിന് മാഗ്നറ്റോ സ്റ്റിക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. എനിവേ അതും ഒരു എന്താണ്, ഒരു ഹമ്മിങ് നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ചെറിയ ചെറിയ ഡിഫക്റ്റുകളാണ്. ഈ ബൾക്കി സൈസാണ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്മൂത്ത് ആൻഡ് കറണ്ട്. അതെല്ലാം നമ്മൾ ഈ ബസ് ഇവിടെ പറഞ്ഞല്ലേ. ഒരു തരത്തിൽ പറഞ്ഞാൽ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും. കപ്പാസിറ്റർ ശരിക്കും ഇൻഡക്ടർ സ്മൂത്തൻ ചെയ്യുന്നുണ്ട്. ഇൻഡക്ടർ വെക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ലോസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഈ പറയുന്ന വലിയ കറണ്ട് വരുന്ന സമയത്ത്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ ചർച്ച. നമ്മുടെ ഈ പവർ ഇലക്ട്രോണിക്സ് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തും, നിങ്ങൾ എവിടെയെങ്കിലും ഇലക്ട്രോണിക്സുകാരാണ്, നിങ്ങൾ ഇലക്ട്രോണിക്സുകാരാണല്ലോ, എങ്ങും നിങ്ങൾ കപ്പാസിറ്റർ യൂസ് ചെയ്തോളൂ, നിങ്ങൾ ഒരിക്കലും ഇൻഡക്ടർ യൂസ് ചെയ്യില്ല. വൈ? ബൾക്കി സൈസും ഈ പറഞ്ഞു വന്ന ഹമ്മിങ് നോയ്സ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ലീക്കേജ്, ഇതെല്ലാം ചെറിയ ചെറിയ കാരണങ്ങളാണ്. ബട്ട് ഇതിലും വലിയൊരു കാരണമാവും കപ്പാസിറ്റർ ബ്ലോക്ക് DC. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്.
നോൺ ഐഡിയൽ ബിഹേവിയർ. സത്യത്തിൽ രണ്ടിനും നോൺ ഐഡിയൽ ബിഹേവിയർ ആണല്ലോ. കപ്പാസിറ്റർ ആയാലും ഇൻഡക്ടർ ആയാലും അതിന് ഐഡിയൽ ബിഹേവിയർ ഒന്നും അല്ല. രണ്ടിൻ്റെ അകത്തും ചെറുതായിട്ട് റെസിസ്റ്റൻസ് ഒക്കെ വരും. അതിന് നോൺ ഐഡിയൽ ബിഹേവിയർ ആണ് രണ്ടും. പവർ ഫാക്ടറോട്ടൊന്നും ഇവിടെ ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഈ പവർ ഇലക്ട്രോണിക്സുകാർക്ക്, സോറി, നിങ്ങളുടെ ഈ ഇലക്ട്രോണിക്സുകാർക്ക് എന്ത് പവർ ഫാക്ടർ? ഞങ്ങൾ ഇലക്ട്രിക്കലുകാരല്ലേ അവിടെ പവർ ഫാക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ, കപ്പാസിറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് ഇമ്പ്രൂവ് കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ എവിടെയായി കപ്പാസിറ്റർ യൂസ് ചെയ്യും? ചിപ്പിൻ്റെ അകത്തും വളരെ ചെറിയ എന്നാ പറയുന്നത് 10 വോൾട്ട് കിടന്ന് കളിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് കപ്പാസിറ്റർ യൂസ് ചെയ്ത് ഈ പറയുന്ന വളരെ ഹൈ പവർ ഫാക്ടറൊക്കെ ചർച്ച ചെയ്യുന്ന എവിടെ അറിയോ? വളരെ ഹൈ ലോഡിലൊക്കെ. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു, നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കണമെന്നുണ്ടെങ്കിൽ യു വിൽ ടേക്ക് എ ബിഗ് വെരി ബിഗ് ആയിട്ടുള്ള പവർ സിസ്റ്റം ചർച്ച ചെയ്യും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന 10 വോൾട്ട് കിടക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ അകത്ത് ഇൻഡക്ടറും കപ്പാസിറ്ററും വെച്ചേക്കുന്നത് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെന്റ് ഒരിക്കലും വിശ്വസനീയമല്ല. അങ്ങനെയല്ല, വിശ്വസനീയമല്ല, അങ്ങനെയല്ല. EMI അതെന്താ ഏഞ്ചലിനെ ഉദ്ദേശിച്ചത്? ഏഞ്ചലിന് ഏതോ EMI എന്ന് പറഞ്ഞു, EMF ആണോ ഉദ്ദേശിച്ചത്? പറയൂ ഏഞ്ചലിനെ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ഇതെല്ലാം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് മാഗ്നറ്റിക് ഇന്റർഫറൻസ്. മാഗ്നറ്റിക് ഇന്റർഫറൻസ് പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡിഫറൻറ്റ് ഫ്രീക്വൻസി ഉണ്ടാകണം. ഇന്റർഫറൻസ് ഒക്കെ എപ്പോഴാണ് വരുന്നറിയോ? നിങ്ങൾ ഈ പറഞ്ഞ ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ ഇന്റർഫറൻസ്, കമ്മ്യൂണിക്കേഷൻ, ഇതിനകത്ത് ഇന്റർഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തുള്ളൂ, അത് ഫ്രീക്വൻസിയായിട്ട് ബന്ധപ്പെട്ടാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ഇൻഡക്ടറിൻ്റെ അകത്ത് ഫ്രീക്വൻസി ഡിഫറൻസ് ഒറ്റ ഫ്രീക്വൻസി തന്നെ. 50 ഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അത് 50 ഹെർട്സ് തന്നെ. അവിടെ ഒന്നും ഒരിക്കലും ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്. ഇങ്ങനെയുള്ള വേർഡുകൾ നിങ്ങൾ പറയുമ്പോഴല്ലോ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നുള്ള യു ഷുഡ് ഹാവ് നോളജ്. ഏഞ്ചലിനെ ഇത് സംഭവം എന്താണെന്നറിയോ? ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഷുഡ് ഹാവ് സം പറഞ്ഞു വന്ന ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നോൺ ലീനിയർ എലമെന്റ്, അങ്ങനെ ഒരു എലമെന്റ് വരികയാണെങ്കിൽ അവിടെ ഡിഫറൻറ്റ് ഫ്രീക്വൻസികൾ വരും. ആ സമയത്ത് ഇന്റർഫറൻസ്, അവിടെ ഇന്റർഫറൻസ് എന്നൊക്കെ പറഞ്ഞ ഉദ്ദേശിച്ച കമ്മ്യൂണിക്കേഷൻ്റെ വരുന്ന സമയത്ത് ഈ ഫ്രീക്വൻസിയായിട്ട് മാച്ച് ചെയ്യുന്ന ഫ്രീക്വൻസി നമ്മൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ഹാവ് സം ഇന്റർഫറൻസ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും തന്നെയല്ല ആൻസർ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചിപ്പിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് തന്നെ നമ്മൾ ആരെ കയറ്റി വെക്കാറില്ല, ഇലക്ട്രിനെ കയറ്റി വെക്കാറില്ല. വളരെ സ്മോൾ വെയിറ്റേജ് ഉള്ള എന്താ പറയുന്നത് മൈക്രോ ഇതിലൊക്കെ ഉള്ള കപ്പാസിറ്ററുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. നോൺ ഐഡിയൽ ബിഹേവിയർ അല്ല ഇത്. ഐഡിയൽ ബിഹേവിയറും നോൺ ഐഡിയൽ ബിഹേവിയർ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ കാര്യം ഓർത്തുള്ളത്, ഒരു കപ്പാസിറ്ററും തരുന്നില്ല, ഒരു ഇൻഡക്ടറും ഐഡിയൽ ബിഹേവിയർ തരുന്നില്ല. ഈ ഐഡിയൽ അല്ലെന്ന് പറയാൻ കാരണം വെച്ചാൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എന്നാണ്. കപ്പാസിറ്ററിൻ്റെ അകത്ത് പെർഫെക്റ്റ് ആയിട്ട് കപ്പാസിറ്ററായിട്ടാണ് ആക്റ്റീവ് അല്ല, അതിനകത്ത് സ്മോൾ റെസിസ്റ്റൻസ് ആകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി റെസിസ്റ്റൻസിനകത്ത് കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് ഉണ്ട്, ഇൻഡക്ടറിൻ്റെ എഫക്റ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ ഒന്നും തന്നെ എന്തല്ല ഐഡിയൽ അല്ല. നമ്മൾ റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന നെറ്റ്വർക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് എല്ലാം ലംപ്ഡ് നെറ്റ്വർക്കാണ്. അങ്ങനെ ലംപ്ഡ് നെറ്റ്വർക്ക് ആകുമ്പോൾ വി ക്യാൻ എന്താ പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്ത്. പക്ഷേ ആക്ച്വൽ പ്രാക്ടീസിൽ കപ്പാസിറ്റർ ഈ പറഞ്ഞു വന്ന ഈ റെസിസ്റ്റൻസും എല്ലാം ഇഴുകിച്ചേർന്ന് ഒരുപോലെ കിടക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും ഈ പറയുന്ന EMT പഠിക്കുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞ് എന്ത് പറയുന്നത്, അങ്ങനെ ഇഴുകിച്ചേർന്ന് കിടക്കുന്നതുകൊണ്ട് പവർ ഇലക്ട്രോണിക്സ് EMFTയുടെ പോർഷനിൽ നിങ്ങൾ അത് പഠിക്കാൻ കാരണം പറഞ്ഞു വന്ന ഏത് അല്ലെങ്കിൽ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് സർക്യൂട്ട് എഫക്റ്റ്. സത്യത്തിൽ പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടിനെ അഫക്റ്റ് ചെയ്യും ഇൻഡക്ടർ. അപ്പം അത് ഇൻഡക്ടർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഷോർട്ട് സർക്യൂട്ടിനെ ഇല്ലാതാക്കും കുറച്ച് ഇൻഡക്ടർ. പക്ഷെ അതൊന്നുമല്ല ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞോട്ടുള്ളൂ. അത് പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയാം. നമ്മൾ പറഞ്ഞു വരുമ്പോട്ടുള്ളൂ, നമ്മൾ ഇൻഡക്ടറിൻ്റെ വാല്യൂ പറയുമ്പോൾ LS എന്ന് പറയും. L ഈസ് ഈക്വൽ ടു S ഇൻറ്റു കപ്പാസിറ്റർ പറയും V 1/C. ഇവിടം വരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു വരുന്ന പോയിന്റ് നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ കപ്പാസിറ്റർ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇൻഡക്ടറിന്റെ അല്ലെങ്കിൽ കറണ്ടിന്റെ ബേസിൽ പറയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കറണ്ടിന്റെ ഡിഫറൻഷിയേറ്റർ ആണ്.
ഇതെന്തായിരിക്കും ചോദിച്ചാൽ ഇൻ്റഗ്രേറ്റർ, അല്ലെങ്കിൽ വേറെ തരത്തിൽ തിരിച്ച് ഈ എസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഡി ഐ ബൈ ഡി ടി തന്നെയാണ്. ശരിക്കും ജനറൽ ഇക്വേഷൻ എന്താണ്? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇതേപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ കേസ് നമുക്ക് എന്താ പറയാം? 1/c ഇൻ്റഗ്രൽ ഐ ഡി ടി എന്നാണ്. അപ്പോൾ ഈ ഇൻഡക്ടറും ഈ ഡിഫറൻസ് കറണ്ടിൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒരു വേവ് ഫോം ഉണ്ട് ഇങ്ങനെ. ഇതിൻ്റെ ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് സ്പൈക്ക് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ചെയ്യണമല്ലെന്ന് പറ, വേറാന്നല്ല പറഞ്ഞത്. അങ്ങനെ സ്പൈക്കായിട്ടുള്ള സർക്യൂട്ട് ആരുണ്ടാക്കാൻ പാടില്ല, സർക്യൂട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ നമ്മുടെ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിലൊന്നും തന്നെ എന്തുകൊണ്ട് പറഞ്ഞു വരുന്നത്? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരും നമ്മുടെ സർക്യൂട്ടിൽ മുഴുവൻ ഈ പറയുന്ന ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ തരത്തിൽ പറഞ്ഞു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞു വരും നമ്മുടെ ഈ എസിൻ്റെ വാല്യൂ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പറയും ഓരോ ഫ്രീക്വൻസി കഴിയും കൂടിക്കൂടി വരും. ശരിയല്ലേ? അതിൻ്റെ ഇപ്പോൾ എസ് എന്ന് പറഞ്ഞ് നമ്മൾ മുഴുവൻ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സിഗ്മ പ്ലസ് ജെ ഒമേഗ എന്നാണ്. അപ്പോൾ ഈ പറയുന്ന സിഗ്മയുടെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫ്രീക്വൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും തോറും ഈ പറഞ്ഞ എസിൻ്റെ ടേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിൽ ഹൈ മാഗ്നിറ്റ്യൂഡിൽ വാല്യൂ കൂടുതലാണ്. നമുക്ക് ശരിക്കും പറഞ്ഞോണ്ടല്ലോ നമ്മുടെ സർക്യൂട്ടുകളിലെല്ലാം സംഭവിക്കേണ്ട ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഹൈ വാല്യൂയിലോട്ട് പോകുന്നു ആ പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരണം. എവിടെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ കൃത്യം പറയാം. ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? എവിടെ അറിയോ? കൺട്രോൾ സിസ്റ്റത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ബോർഡ് പ്ലോട്ട് വരയ്ക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ പോയിട്ടു. ഇത് എം ആയാലും ഇത് ഫൈ ആയാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ എസ് എന്താണ്? സത്യത്തിൽ ഈ ചോദ്യം ഉണ്ടല്ലോ ആംഗ്ലിൻ ചോദിച്ച ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പവർ ഇലക്ട്രോണിക്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ IIC ബാംഗ്ലൂർ ഇന്റർവ്യൂവിന് പോയി. അവിടെ ഇന്റർവ്യൂവിന് പോയപ്പോൾ അവർ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, എസിന്റെ ഡെഫിനിഷൻ. അവർ 1/4 മണിക്കൂർ എന്നെ കൊണ്ട് ഈ എസിന്റെ ഡെഫിനിഷൻ പഠിപ്പിച്ചു. അത് പഠിച്ചതിന് ശേഷം ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ മറക്കാത്ത ഒരു ചോദ്യമാണ് എസ് എന്താണ്. എനിവേ അതും പറഞ്ഞു തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ കേട്ടോ ആഗ്ലിനെ. അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്ത് വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റം ബേസ് ചെയ്ത് പറയുമ്പോൾ ഒമേഗ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ലോഗ് ഒമേഗ ആക്ച്വലി നമ്മൾ എഴുതാം. ഈ ലോഗ് ഒമേഗ ഇൻക്രീസ് ചെയ്യും തോറും ആ സിസ്റ്റത്തിന്റെ ഗെയിൻ കുറഞ്ഞു വരണം. ഇത് നിർബന്ധമുണ്ട് നമുക്ക്. അപ്പോൾ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയേക്കുന്നതിനകത്ത് ഈ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ പ്ലസ് ആണ്. ഇവനെ ഇൻക്രീസ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ഇൻഡക്ടർ മാത്രമുള്ള ഒരു സർക്യൂട്ട്, ആ സർക്യൂട്ട് വന്നാൽ അവിടെ ഓരോ ഫ്രീക്വൻസി കൂടുന്നതരം അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഹൈ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയും നോയ്സ് ഭയങ്കര ഹൈ ആവും. അതുകൊണ്ട് തന്നെയാണ് നോയ്സ്, നമ്മൾ ഈ ഹമ്മിങ് നോയ്സും മറ്റേ ഇതൊക്കെ പറയുന്നത് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ വേണം പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് നമ്മൾ എവിടെ യൂസ് ചെയ്യൂല. നമ്മൾ ഈ പറഞ്ഞു വന്ന നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ഇത് നിങ്ങളിവിടെ പറയുമ്പോഴല്ലോ ഞാനിവിടെ വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഈ PID കൺട്രോളർ എന്നൊക്കെ പറയാറുണ്ട്. ഈ PI കൺട്രോൾ ഒക്കെയാണ്, ഡി കൺട്രോൾ ഒറ്റയ്ക്ക് നിർത്താറില്ല. ഈ PI മേ ബി സംടൈം യൂസ് ചെയ്യും, പക്ഷേ ഡി കൺട്രോളർ മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യും. നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നിങ്ങൾ കൺട്രോൾ സിസ്റ്റത്തിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അത്ര വ്യക്തമായിട്ട് പോയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ തരത്തിൽ പറഞ്ഞു ആഡിങ് ദി സീറോസ്, അതും പഠിക്കുന്നുണ്ട് കൺട്രോൾ സിസ്റ്റത്തിൽ. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ആഡിങ് ദ സീറോസ്? ആഡിങ് ദി സീറോസ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം സീറോ ആഡ് ചെയ്യുന്ന എഫക്ട് ലീഡ് കോമ്പൻസേറ്റർ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ലീഡ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നത് ആദ്യം സീറോ അതിനുശേഷം എന്തിനാ ഇങ്ങനെ ആഡ് ചെയ്യുന്നറിയോ? ഈ സീറോ മാത്രം ആഡ് ചെയ്ത് ആ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി തന്നെ ഇത് എഫക്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുക ചെയ്യുന്നത്, പക്ഷേ ആക്ച്വൽ പ്രാക്ടീസിൽ സ്റ്റെബിലിറ്റി കൂടുന്നെങ്കിലും ഈ പറഞ്ഞു വന്ന നോയ്സും പ്രോപ്പർട്ടി നോയ്സും ഇമ്മ്യൂണിറ്റി എല്ലാം കയറാനുള്ള ചാൻസ്.
അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ലീഡ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവനെ തന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആരോടെ കൊണ്ടുവരും, പോൾസിനോട് കൊണ്ടുവരും. ഇനി ലാഗ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം ഡോമിനേറ്റിംഗ് പോളായിരിക്കും, അതിനുശേഷം സീറോ വരും. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു സീറോയുടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന്റെ എഫക്റ്റിനെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ മുഴുവൻ പ്രോപ്പർട്ടിയെ അഫക്റ്റ് ചെയ്യും. ഏകദേശമൊക്കെ എല്ലാവർക്കും കത്തിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുണ്ട് കാര്യം. കത്തിയോ അതോ ഇയാൾ എന്താ ഈ പറയുന്നതെന്നാണ്. ജോസേ, ഏഞ്ചലിന് സംഗീത പറഞ്ഞ എല്ലാവർക്കും ക്ലിയർ ആണോ ഈ പറഞ്ഞു വരുന്നത്? ആര്യ, കൃഷ്ണൻ, ക്രിസ്റ്റീന, ഫെബിനെ കാര്യം പറഞ്ഞ ക്ലിയർ ആണോ? വസുധ, നയന, ഖദീജ, റഹിമ ക്ലിയർ ആണോ പറഞ്ഞു വരുന്നത്? നമുക്കൊരു സിസ്റ്റത്തിലോട്ടുണ്ട്. ചുമ്മാ കൊണ്ടുപോയി ചെന്നിട്ട് എന്നാ പിന്നെ ഒരു ഇൻഡക്ടറോടൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അങ്ങനെ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ എഫക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ സീറോ ആഡ് ചെയ്യുന്നു, പോൾ ആഡ് ചെയ്യുന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ ലാഗ് കോമ്പൻസേറ്റർ ആഡ് ചെയ്തു, കേൾക്കാൻ രസമുണ്ട്. എന്തോ ഒരു സാധനം ആഡ് ചെയ്തു, കുറച്ച് പോള് വന്നു, കുറച്ച് സീറോവും. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. എല്ലാത്തിനും കൃത്യ കണക്കുണ്ട്. നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ PID കൺട്രോളർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ PID കൺട്രോളർ നമുക്ക് വരുമ്പോൾ നമുക്ക് ഇൻഎഫക്റ്റ് എങ്ങനെ റിസൾട്ട് മാറണം, ഇൻഎഫക്റ്റിൽ ഈ ഫ്രീക്വൻസിയിൽ എത്ര കമ്പോണന്റ് കിട്ടണം, ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഡിസൈനിങ് പാർട്ടി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുന്നത് വെറുതെ കയറി ചുമ്മാ ഒരു ഇൻഡക്ടറിനെ പിടിച്ചൊന്നും നമ്മളോട്ട് ആഡ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ആഡ് ചെയ്താൽ ഹൈ ഫ്രീക്വൻസി കമ്പോണന്റിനെ ഇവൻ എന്ത് ചെയ്യും? എനർജൈസ് ചെയ്യും. ഈ ഹൈ ഫ്രീക്വൻസി കമ്പോണന്റ് എപ്പോഴും ചെറുതായിരിക്കണം. നമുക്ക് നിർബന്ധമുണ്ട്. ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒരു ഒമേഗ മെയിനായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പോർഷൻ ബോർഡ് പ്ലോട്ട് നിങ്ങൾ വരയ്ക്കുമ്പം ഒമേഗ 0 നിന്ന് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വളരെ ചെറിയൊരു വാല്യൂ നിന്ന് തുടങ്ങും, 0.1 അതിന് മുമ്പത്തെ ഫ്രീക്വൻസി നമ്മൾ എന്തുകൊണ്ട് നോക്കുന്നില്ല? അല്ലെങ്കിൽ ഒരു ഒമേഗ 1000 വില എത്തുന്ന സമയത്ത് നമ്മൾ പറയും അത് കഴിഞ്ഞ ശേഷം അങ്ങനെ അങ്ങ് പോകുന്നത് അങ്ങ് പറയത്തേ ഉള്ളൂ. നമ്മൾ പക്ഷെ വരയ്ക്കുമ്പോൾ എപ്പോഴും ആ സിസ്റ്റം ബിഹേവ് ചെയ്യുന്ന കുറച്ച് പിവോട്ടായിട്ടുള്ള കോർണർ ഫ്രീക്വൻസി വരുന്ന സ്ഥലങ്ങളുണ്ട്. ദെയർ വിൽ ബി ദാറ്റ് സിസ്റ്റം ഈസ് വർക്കിംഗ്. അവിടെ മാത്രമേ നമ്മൾ ബോർഡ് പ്ലോട്ട് വരയ്ക്കുന്നുള്ളൂ. ആണോ അല്ലേന്ന് പറ. ഞാൻ ഈ പറഞ്ഞ ഇത് തന്നെ എടുക്ക്. ഇത് ഒമേഗ ചിലപ്പം 0.1 ആയിരിക്കും. ഈ 0.1 എന്ന് പറഞ്ഞ് എഴുതുന്നത് എന്താണെന്ന് മനസ്സിലായോ? -1. ഒമേഗ ലോഗ് ഒമേഗയാണല്ലോ. അപ്പോൾ 0.1 എന്ന് പറഞ്ഞാൽ -1. ഒമേഗ 1 ആകുമ്പം 0, ഇതൊരു 1, ഇതൊരു 10 ആകുമ്പോൾ 2, ഇതാകുമ്പോൾ 3. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒമേഗ എന്ന് എഴുതുകയാണെങ്കിൽ ഇത് 1, ഇത് 1, ഇത് 10, ഇത് 100, ഇത് 1000, ഇത് -0.1, ഇതൊരു 0.01. ഇത്രയും വരെയൊക്കെ നമ്മൾ പോവുള്ളൂ നമ്മുടെ സിസ്റ്റം ബിഹേവ് ചെയ്യുന്നത്. ഞാൻ പുറകോട്ടില്ലായിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മുടെ സിസ്റ്റം ഈ സ്ഥലത്ത് കിടന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കാം. ശരിയല്ലേ? ഇതിന് മുമ്പ് എന്താണെന്നോ ഫ്രീക്വൻസി എന്തായിരുന്നെന്നോ അതിന് അപ്പുറത്ത് എന്താണെന്നോ നമുക്കറിയില്ല. ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ദൈവം തമ്പുരാൻ തന്നേക്കുന്നത് 20 to 20K വരെ കേട്ടോളാന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളത് നീ കേൾക്കണ്ട അല്ലേ പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? ഈ പറഞ്ഞേക്കുന്ന ദൈവം തമ്പുരാൻ വിചാരിച്ചേക്കുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് നീ കേട്ടാൽ നിനക്ക് എന്തൊക്കെയോ പറ്റാനുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്ന ഒരു കണക്കൂടുണ്ട്. എന്താണെന്നറിയോ? ഈ ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റുന്ന ഫ്രീക്വൻസികൾ ഹിമാലയം പോലെ കാണുകയാണെങ്കിൽ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഈ മഞ്ഞ ഒരു ബോളുണ്ടല്ലോ, ഒരു റബ്ബർ ബോളിന്റെ വലിപ്പമേ ഉള്ളൂ നമുക്കറിയാവുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ടെന്നും നമ്മൾ അറിയാത്ത പല ഫ്രീക്വൻസി ഉണ്ടെന്നും ഒക്കെ എല്ലാവരും പറയുന്നത്, ഈ ലോകത്തുള്ളവരെല്ലാം പറയുന്നത്. ശരിയല്ലേ? നമുക്കുള്ള അറിവ് വളരെ വളരെ ചെറുതാണെന്നും പറയുന്നത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ സിസ്റ്റത്തിന്റെ ബിഹേവിയർ നമ്മൾ ബോർഡ് പ്ലോട്ടിലും മറ്റേ പ്ലോട്ടിലും ഒക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം അറിയുള്ളൂ, താഴോട്ട് വരണം. ഇത് തന്നെ ആ സ്റ്റെബിലിറ്റിക്ക് നമ്മൾ പഠിക്കുമ്പം ഏതെങ്കിലും നിങ്ങൾ പടം ബോർഡ് പ്ലോട്ടിന്റെ സമയത്ത് മണ്ടക്കോട്ട് വരച്ചിട്ടുണ്ടോ? വരച്ചിട്ടുണ്ട്, വരയ്ക്കാൻ പറ്റും. പക്ഷേ സിസ്റ്റം നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു സിസ്റ്റം എടുത്ത് വരയ്ക്കുമ്പം എപ്പോഴും താഴോട്ട് വരുള്ളൂ. അതിനാണ് നോൺ മിനിമം സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റം ബിഹേവ് ചെയ്യുമ്പോൾ താഴോട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഈ താഴോട്ട് വരാത്ത ഒരു സിസ്റ്റത്തിന്റെ കേസ് നമ്മൾ പഠിക്കത്തില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. കാരണം ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഓരോ ഫ്രീക്വൻസി കഴിയും തോറും ഇതിന്റെ ഗെയിൻ കൂടി പോകണം. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഗെറ്റ് മൈ പോയിന്റ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു പോയിന്റേ ഉള്ളൂ. ഈ പറഞ്ഞു വരുന്ന PID കൺട്രോളറിൽ PD കൺട്രോളർ ഉപയോഗിക്കുന്ന റയറാ. 0 ചുമ്മാ കൊണ്ട് ആഡ് ചെയ്യാന്ന് അർത്ഥം. ഒരു ഫൈനൈറ്റ് 0 ആഡ് ചെയ്യുന്ന പോലെ PD കൺട്രോളർ. നിങ്ങൾ ഈ PD കൺട്രോളർ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയോ? KA + KDF KDS എന്ന് പറഞ്ഞാൽ S+1 എന്ന് പറഞ്ഞ ഒരു ടേം ചുമ്മാ കൊണ്ടുപോയി ആഡ് ചെയ്യുന്നു. അത് ചെയ്തപ്പോൾ എന്താ ചെയ്യാൻ പോരുന്നറിയോ? ആ കംപ്ലീറ്റ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റൂല.
അപ്പം പിന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെയുടെ കൂടെ കൂട്ടും, ഇൻ്റഗ്രേറ്ററുടെ കൂടെ കൂട്ടും. അപ്പോൾ എന്ത് പറ്റും, ഒരു KI/S കൂടെ വരും. അപ്പോൾ ഈ എസ്സുകാരൻ വന്നിട്ട് ഇവനെ എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്യും. ഒരു 0 വരുന്നുണ്ടെങ്കിൽ ഒരു പോളോട് ആഡ് ചെയ്യണം. സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ മാറ്റാതെ നമ്മൾ ആ സിസ്റ്റത്തിൽ ചെറിയ ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുന്നു, ഏതോ ഒരു പർട്ടിക്കുലർ കോർണർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ. അതിനുവേണ്ടിയാണ് PID കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ആർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. ബാക്കി നമ്മൾ കൺട്രോൾ സിസ്റ്റം പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എനിവേ ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? ചുമ്മാ കൊണ്ടുവന്നു ഇൻഡക്ടർ ചുമ്മാ തള്ളാന്ന് വിചാരിക്കും. ഇൻഡക്ടർ വളരെ ഡേഞ്ചർ ബിസ്ക്കറ്റാണ്. അവനെ ചുമ്മാ കൊണ്ടുപോയി നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട് ആരും യൂസ് ചെയ്യും. പിന്നെ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാനൊരു ഗേറ്റ് ക്വസ്റ്റൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറൊക്കെ നമ്മൾ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യും. അതിപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇത് ഇൻറ്റഗ്രേറ്റർ ആണോ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ആണോ? ആ സമയത്ത് ഇൻഡക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡക്ടർ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഇൻറ്റഗ്രേറ്റർ കിട്ടുന്നുണ്ട്. ഇൻറ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ യൂസ് ചെയ്യാറുണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലെന്ന് നമ്മൾ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇവിടെ ഈ ഇൻഡക്ടർ വെച്ച് നമ്മൾ എന്തുണ്ടാക്കി, ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഡിഫറൻഷിയേറ്റർ തന്നെയാണ്, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏതേ യൂസ് ചെയ്യുള്ളൂ, കപ്പാസിറ്റർ യൂസ് ചെയ്യുള്ളൂ. അതിന് നമ്മൾ പല കാരണങ്ങളും